അനിയത്തിപ്രാവ് ഉള്ളാവണെങ്കിൽ ഒരാൾ ഇന്നലെ വേറൊരു വീഡിയോ നമ്മൾ കണ്ടില്ലേ നമ്മുടെ ശരിക്കും സായി ഇതായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനാണ് സത്യത്തിലായിരുന്നു. സത്യമാണ് ഇങ്ങനെ ഞാൻ സത്യത്തിൽ ഇങ്ങനെ ആയിരുന്നു. ആളുകൾ ആയിരുന്നു ഇവരോടൊക്കെ അങ്ങനെ തന്നെ. പക്ഷെ എന്റെ റിയൽ ലൈഫിലേക്ക് ഈ സാധനം വന്നതാണ് എനിക്ക് ഭയങ്കര സീൻ കിട്ടി. അത് മാറ്റാൻ കുറച്ച് പാടുള്ള കാര്യം. നിങ്ങൾക്ക് തന്നെ അറിയാം, കുറെ ആൾക്കാരോട് ഞാൻ ഇത്ര കാഷ്വൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടാവില്ല. ഭയങ്കര മറ്റേ വർത്തന്നെ. ബിഗ് ബോസിൽ പറഞ്ഞായിരുന്നു കുറച്ച് അഹങ്കാരമുള്ള ആളായിരുന്നു. ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് അത് മാറിയത്. എടാ അഹങ്കാരം പറഞ്ഞ ആൾക്കാർക്ക് ശരിക്കും അഹങ്കാരം ഇല്ല, വെറുതെ പറഞ്ഞു. അല്ല, അപ്പൊ ചോദ്യം ഇതാണ്. അപ്പൊ ഇനി റിയാക്ഷൻ വീഡിയോസ് ഇടുമ്പോ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ട് വീഡിയോ ഇടുമ്പോ ഇനി ഞാൻ ഈ കാര്യം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ നേരത്തെ ചെയ്ത പോലെ ഇത്തരത്തിലുള്ള രീതിയിൽ ഞാൻ റിയാക്ട് ചെയ്യില്ല എന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു കുറച്ച് കാര്യങ്ങൾ മൈൻഡിലുണ്ട്. എന്തൊക്കെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യും വീഡിയോയില്. കണ്ടറിയാം. സായിച്ചിട്ട് ഫാമിലിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് കൊടുക്കും തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കും, ഞാൻ വീഡിയോ ഇട്ടിട്ട് നാട്ടുകാർ വന്ന് കണ്ടു പോകുമ്പോ പൈസ കിട്ടും, കമന്റും കിട്ടും, വ്യൂവും കിട്ടും. നാളെ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ ഈ നാട്ടുകാരെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നു. ഇവളെന്നെ നാട്ടെ നോക്കാം. കൊണ്ടുവരാളെന്താ JCB സൈഡിൽ കൂടെ ഒന്ന് റെഡിയാക്കി അങ്ങനെയോ അയ്യോ പോയപ്പോ അതുകൂടെ ഞാൻ ഏറ്റെടുത്തതാ. നിങ്ങളുടെ റൊമാൻസ് കണ്ടിട്ട് നന്ദനെ കണ്ണൊക്കെ പൊത്തിക്കണ്ടായിരുന്നു. ലിപ് ലോക്ക് കണ്ടിട്ട് അല്ല, പിന്നെ അതിന്റെ ശേഷം ആ കണ്ണു കുത്തിന് ഒരു അടി കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ശേഷം പിന്നെ ഒരു അടി കണ്ടിട്ടുണ്ടായിരുന്നു കണ്ണു കുത്തിന്. ശാന്തൻ സായി ആണെങ്കിൽ അല്ലെ സീക്രട്ട് ഏജന്റ് മാറി. പേഴ്സണൽ ലൈഫിലേക്ക് ഇനി സീക്രട്ട് ഏജന്റ് ഞാൻ കയറ്റില്ല. ഞാൻ അതിനകത്തുനിന്ന് പേഴ്സണൽ ലൈഫിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ലൈഫ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സീനുകളാണ്. ഈ മീഡിയ ലൈഫ് അത് വേറെ തന്നെ ആയിരിക്കും. മീശയുടെ അടിക്ക് അടിച്ചപ്പോ ആകെ വന്നൊരു ട്രോള് കണ്ണാപ്പി